നമസ്കാരം. ഷെക്കിയാന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടെംപ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ, നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഇതാണ്. സഭയിൽ അപ്പോളജിസ്റ്റുകളുടെ ആവശ്യം എന്താണ്? ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ അവർ എന്താണ് സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്രിസംഖി എന്നും ക്രിസ്ത്യൻ തീവ്രവാദിയും എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് ഇവർ തളരാതെ പതറാതെ മുന്നോട്ട് പോകുന്നു? ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളിൽ കത്തോലിക്ക പുരോഹിതന്മാരുണ്ടോ? സുവിശേഷ പ്രഘോഷണവും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി നിൽക്കേണ്ടവർ സമൂഹ മാധ്യമങ്ങളിൽ വിശുദ്ധ കുർബാനയിലുമൊക്കെ മതസ്പന്ദ വളർത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ് സുവിശേഷ പ്രഘോഷണമാകുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുകയാണ് നൈസ് ടെംപ്ലറിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ. അതിന് നമ്മെ സഹായിക്കാനായിട്ട്, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റായ കത്തോലിക്ക പുരോഹിതനായ റവറൻ ഫാദർ ആന്റണി തറയ്ക്കടവിലാണ്. സമൂഹ മാധ്യമങ്ങളിൽ വിശ്വാസമതമായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കൃത്യതയോടും വ്യക്തതയോടും കൂടി തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയ ഒരു കത്തോലിക്ക പുരോഹിതൻ. ഏറ്റവും സ്നേഹത്തോടെ, അതിലുപരി ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം റവറൻ ഫാദർ ആന്റണി തറയ്ക്കടവിൽ. അച്ഛാ, സ്വാഗതം. ആദ്യം തന്നെ ക്രൈസ്തവ യുവജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം പലരും പറയാൻ മടിച്ചിരുന്ന, അല്ലെങ്കിൽ പലരെയും തൃപ്തിപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ പലരെയും പിണക്കാതിരിക്കാനായിട്ട് എല്ലാവരും നിശബ്ദത പാലിച്ചിരുന്ന ചില വിഷയങ്ങൾ അച്ഛന്റെ അജപാലന ശുശ്രൂഷയുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹങ്ങളിലേക്ക് അച്ഛൻ കൊടുത്തതിന് ഞാൻ അച്ഛനിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യമായി അച്ഛനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, എന്തിനാണ് സഭയ്ക്ക് അപ്പോളജിസ്റ്റുകൾ? ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അങ്ങ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് കമൻ്റായിട്ട് വന്ന ഒരു കമൻറ്റ് കൂടി ഞാൻ വായിക്കുകയാണ്. ഒരു ക്രൈസ്തവ പുരോഹിതന്റെ പ്രഥമ വിളി സുവിശേഷ പ്രഘോഷണമല്ലേ? ക്രിസ്തു അതല്ലേ പറഞ്ഞിട്ടുള്ളത്? അത് ചെയ്താൽ പോരെ? എന്തിനു മറ്റു മതങ്ങളിലെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോകുന്നു? വിശ്വാസത്തെ പ്രഘോഷിക്കുകയല്ലേ വേണ്ടത്? വിശ്വാസത്തിന്റെ പ്രതിരോധം ക്രിസ്തു ചെയ്തു കൊള്ളുകയില്ലേ എന്നൊരു കമന്റും വന്നിട്ടുണ്ട്. എന്താണ് ഈ കാര്യത്തെ പറ്റി അച്ഛന് പറയാനുള്ളത്? സിറാജ, വീണ്ടും ഇവിടെ കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഷെക്കിന ടെലിവിഷന്റെ പ്രേക്ഷകരെയെല്ലാം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിലും സന്തോഷമുണ്ട്. ക്രിസ്തു സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല വാസ്തവത്തിൽ ചെയ്തത്. സത്യവചനമായ സുവിശേഷ പ്രസംഗത്തിന് വിഘാതമായിട്ട് നിന്ന യഹൂദരോ ഹെറോദോസൊക്കെ വിഘാതമായിട്ട് നിന്നപ്പോൾ അവരെ വിമർശിക്കുകയും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ഈശോ ചെയ്തിട്ടുണ്ട്. സത്യവിശ്വാസത്തിനെതിരെയുള്ള അബദ്ധ ചിന്തകളെ അവിടുന്ന് പ്രതിരോധിച്ചിട്ടുണ്ട്. ക്രിസ്തു ആണല്ലോ നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. ക്രിസ്തു ആയിരിക്കുന്ന വിധത്തിലാണ് നമ്മൾ മാതൃകയായിട്ട് സ്വീകരിക്കുന്നത്. ഞാൻ വിശദീകരിക്കാം. ആദ്യത്തെ ചോദ്യം എന്താന്ന് പറഞ്ഞാൽ, എന്താണ് വിശ്വാസ പ്രഘോഷണം എന്ന് പറയുന്നത്? ദൃഢമായ വിശ്വാസമുള്ളവരോ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരായ ആളുകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവരോട് നടന്ന പ്രഘോഷണമാണല്ലോ സാധാരണ വിശ്വാസ പ്രഘോഷണം എന്ന് പറയുന്നത്. ക്രിസ്തു പറഞ്ഞു തന്നാൽ ലോകമെങ്ങും പോയി എല്ലാവരെയോടും സുവിശേഷം പ്രഘോഷിക്കാനായിട്ടാണ്. നമ്മൾ ലോകത്തെല്ലായിടത്തേക്കും പോകുമ്പോൾ അവിടെ നമ്മളിങ്ങനെ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ആളുകളെ അല്ല കാണുന്നത്. അവിടെ വിശ്വാസീനരായിട്ടുള്ളവരുണ്ട്, മാർക്കടമുഷ്ടുള്ളവരുണ്ടായിരിക്കും, ഉദ്ദേശന്മാരുണ്ടായിരിക്കും, എല്ലാ സ്ഥലത്തും ആളുകളുണ്ടായിരിക്കും. അവരോട് എങ്ങനെ സുവിശേഷം തോന്നിക്കും? മറ്റു വാക്കുകൾ പറയുകയാണ് എങ്കിൽ, വിശ്വാസ പ്രഘോഷത്തിന് രണ്ട് തലങ്ങൾ അല്ലെങ്കിൽ പശ്ചാത്തലങ്ങളുണ്ടെന്ന് പറയാം. ഒന്ന്, പാകമായ നിലത്ത് വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ പൂർണ്ണതയിലേക്ക് നയിക്കാനായിട്ട്, നന്മയിലേക്ക് നയിക്കാനായിട്ടുള്ള വിശ്വാസ പ്രഘോഷണമാണ്. പിന്നെ അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത്, കഠിന ഹൃദയരായിട്ടുള്ള ആളുകളെ അങ്ങനെ നമുക്ക് വിളിക്കാം. തെളിവുകളും ചരിത്രവും യുക്തിയും ഉപയോഗിച്ച് ഇളക്കി മറിച്ച് ഉഴുതുമറിച്ചതിന് ശേഷം അവിടെ പ്രഘോഷിക്കാനായിട്ട് അവരെ ഒരുക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇങ്ങനെ ഒരുക്കുന്ന കർമ്മമാണ് അപ്പോളജറ്റിക്സ് സാധാരണ ചെയ്യുന്നത് എന്ന് പറയാം. വിതയ്ക്കപ്പെട്ട ശേഷം കാട് പിടിച്ചു പോകുന്ന ഹൃദയങ്ങളുമുണ്ട്, അതിനെയും ഉഴുതുമറിക്കണം. അല്ലെങ്കിൽ പാറ പോലെ ആയി പോകുന്ന ഹൃദയങ്ങളുണ്ട്, അത് പൊട്ടിച്ചു നിൽക്കണം. ക്രിസ്തു ശിഷ്യന്മാരും പിന്നീട് വന്ന പിതാക്കന്മാരും ഒക്കെ ഈ ജോലി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ സദ്ഫലം ചൂടുന്ന നല്ല മനുഷ്യരോട് നമുക്ക് എല്ലാവർക്കും നല്ല നിലം എന്ന് പറയുന്ന ഈശോ പറഞ്ഞ ആളുകള്. എന്നാൽ സഭാംഗങ്ങളിൽ തന്നെ നാമമാത്രമായ ക്രിസ്ത്യാനികളും ഉണ്ട്. മീഡിയയിലൂടെയും ചർച്ചകളിലൂടെയും എല്ലാത്തരം ചിന്തയിലൂടെയും കടന്നു പോകുന്ന വഴിയരികിലിരിക്കുന്ന പോലെ ആളുകളും സഭയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിശ്വാസത്വങ്ങളെ കുറിച്ച് അറിയില്ലായ്മ നിമിത്തം ആഴമില്ലാത്ത പുറപ്പുകളും ഉണ്ട്, ആഴമില്ലാത്ത പാറപ്പുറങ്ങളുമുണ്ട്, മുൾച്ചെടികൾക്കിടയിൽ കിടക്കുന്ന ആളുകളുമുണ്ട്. ഇതിൽ ആദ്യ വിഭാഗത്തിനുള്ളതാണ് വചന പ്രഘോഷണം എന്ന് പറയുന്നത്. പിന്നീട് പറയുന്ന എല്ലാ വിഭാഗത്തിനും കൂടുതൽ ഫലപ്രദമായിട്ട് ചെയ്യാവുന്നത് അപ്പോളജറ്റിക്സിലൂടെയാണ്. കാരണം അത് യുക്തിയിലൂടെയാണ് നമ്മൾ അവരെ സമീപിക്കുന്നത്, അത് അവർക്കും സ്വീകാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ വചനപ്രഘോഷത്തിന് അപ്പോളജറ്റിക്സ് ആവശ്യമുണ്ട്.
പലരും അതൊന്ന് ഉപയോഗിക്കാറുണ്ട്, വചന പ്രഘോഷണ മധ്യേ തന്നെ ഉപയോഗിക്കാറുമുണ്ട്. അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു വിധത്തിൽ ഈ കാലഘട്ടത്തിൽ മതങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ ഒരു അകൽച്ച അങ്ങനത്തെ ഒരു പ്രസംഗം പരാമർശങ്ങളൊക്കെ വഴി ഉണ്ടാവുന്നില്ലേ അച്ഛാ? ഇല്ല, അകൽച്ച ഉണ്ടാകുന്നത് അപ്പോളജിസ്റ്റുകൾ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം അപ്പോളജിസ്റ്റുകൾ സാധാരണ ചരിത്രത്തിന്റെയും തത്വചിന്തയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ബൗദ്ധികമായും യുക്തിസഹമായും കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്, വിശ്വാസം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും വിശ്വാസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ആ വിധത്തിൽ നയിക്കാനുമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വിശ്വാസത്തെ ക്രിസ്തു സംരക്ഷിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു തന്നെ പ്രസംഗിച്ചാലും പോരെ എന്ന് ചോദിക്കാതെ വന്ന കമന്റിൽ ഉണ്ടായിരുന്നതാണ് അത് പറയുന്നത്. വിശ്വാസ പ്രഘോഷണം മാത്രം പോരാ, അത് വളർത്തിക്കൊണ്ടുവരണം. നമ്മൾ മാംസം മുക്കിയാൽ മാത്രം പോരാ, അവരെ വിശ്വാസം ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ അവരെ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ താത്വികമായിട്ടാണ് അപ്പോളജറ്റിക്സിൽ പരിശ്രമിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ വെച്ചാൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്തുവിന്റെയും വിശുദ്ധ ബൈബിളിന്റെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു മിനിസ്ട്രിയാണ് അപ്പോളജിസ്റ്റ് മിനിസ്ട്രി എന്നാണ് പൊതുവെ പറയുന്നത്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ കുറച്ച് ആൾക്കാരായിട്ട് പിന്നെ മറ്റു മതങ്ങളെ തമ്മിൽ തല്ലിക്കാനൊക്കെ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു മിനിസ്ട്രിയാണ് എന്നൊക്കെയാണ് രീതിയിലാണ് പരാമർശം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈബിളിന്റെയും ക്രിസ്തുവിന്റെയും അടിസ്ഥാനത്തിൽ എന്താണ് അപ്പോളജിസ്റ്റ് മിനിസ്ട്രി എന്നൊന്ന് വിശദീകരിക്കാവും? തീർച്ചയായിട്ടും ബൈബിൾ നമുക്ക് അടിസ്ഥാനമുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ ഒരാൾ സത്യത്തിനും യുക്തിക്കും നിരക്കാത്ത വിധം പരസ്യമായി ചോദ്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാന്യമായ പ്രഘോഷത്തിന് ഒരാൾ വിഘാതമായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ലെ ചെയ്യുന്ന ഈശോ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. പാകമായ നിലമുള്ളിടത്താണെങ്കിൽ ഈശോ ദൈവരാജ്യത്തിന്റെ ഉപമകളും പ്രസംഗിച്ചു. വളരെ ശാന്തമായ വിധത്തിൽ പ്രസംഗിച്ചു പോയ ആളാണ്. രോഗികളെ സൂപ്രദം കടന്നുപോയി. എന്നാല് എതിർപ്പുള്ള സ്ഥലത്ത് ഈശോ തന്നെ കാര്യങ്ങൾ ചോദ്യം ചെയ്തു, വാദിച്ചു, കുറ്റപ്പെടുത്തിയാണ് മുമ്പോട്ട് പോകുന്നത്. ഉദാഹരണം പറയാണ്, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 27-33 മുതൽ വായിക്കുകയാണെങ്കിൽ ഈശോയുടെ സ്വർഗീയമായ അധികാരത്തെ യഹൂദര് ചോദ്യം ചെയ്യുമ്പോൾ തിരിച്ചവരോട് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കാം, യോഹന്നാൻ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വായടയ്ക്കുന്ന ഈശോ എന്നൊക്കെ കാണാം. സീസറിന് നികുതി കൊടുക്കണമോ എന്ന് വളരെ പ്രശസ്തമായ ചോദ്യമുണ്ട്. ഈ ചോദ്യം ഈശോ കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈശോ മറുചോദ്യം ചോദിച്ചിട്ട് അവരെ നിശബ്ദരാക്കുന്നത് നമുക്ക് കാണാം. ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾക്കെതിരെ നിയമജനും ഫരിസേയരും പ്രബോധനങ്ങൾ നടത്തിയപ്പോൾ അവരുടെ തന്നെ പ്രബോധനത്തിന്റെ പോഷത്വം എടുത്ത് കാണിച്ചുകൊണ്ട് മെസ്സിഹ ദാവീദിന്റെ പുത്രനാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, പിന്നെ എങ്ങനെയാണ് ദാവീദ് ഈ പുത്രനെ കർത്താവ് എന്ന് വിളിക്കുന്നത് ചോദിച്ചുകൊണ്ട് അവരെ നിശബ്ദരാക്കുന്നത് നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കാണാം. ഇതേ അധ്യായത്തിൽ തന്നെ പുനരുത്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സദുക്കായർ വാദിച്ചുകൊണ്ട് നടക്കുമ്പോൾ തെളിവുകൾ എടുത്തു വെച്ചുകൊണ്ട് ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണെന്നും പുനരുത്ഥാനം ഉണ്ട് എന്ന് വാദിച്ച് സ്ഥാപിക്കുന്ന ക്രിസ്തു നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ നിയമജ്ഞരുടെയും ഫരിസേയരുടെയും പുളിമാവിനെ പറ്റി കരുതലോടെ ഇരിക്കാനായിട്ട് തന്റെ ശിഷ്യരെ ഉദ്ബോധിപ്പിക്കുന്ന, അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുകയാണെങ്കിൽ കുറെ യഹൂദർ ഈശോ വിശ്വസിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുമ്പോൾ അവരെ ഭിന്നിപ്പിക്കാനായിട്ട് കുറച്ച് ആളുകൾ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഈശോ വളരെ കഠിനമായ വാക്കുകൾ, ഞാൻ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കുമെന്ന് പറയുക മാത്രമല്ല, നുണ വിശ്വസിക്കുന്ന നിങ്ങൾ പിശാചിന്റെ സന്തതികളാണെന്ന് മുഖത്ത് നോക്കി പറയാനായിട്ടാണ് ഈശോ തയ്യാറായത്. ഇങ്ങനെ എതിർപ്പുകളിലൂടെ സംസാരിക്കുമ്പോഴും തന്റെ അടുത്തേക്ക് വിശ്വസിക്കാൻ തയ്യാറായി വരുന്ന യഹൂദരെയോ അല്ലെങ്കിൽ സമരിയക്കാരുടെ സ്ത്രീയോടോ ഒക്കെ വളരെ യുക്തിസഹമായിട്ട് ശാന്തമായിട്ട് സംസാരിച്ച് അവർ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഈശോയെ കാണാം. നമ്മൾ യുക്തിസഹമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ സത്യത്തിലേക്ക് നയിക്കുക. അതിനെതിരെ നിൽക്കുന്നവരോട് അവർ പറയുന്ന ഒരു ഭാഷ, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ സംസാരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുന്നത്. ആത്മാർത്ഥതയില്ലാതെ ബഹുമാനം പ്രതീക്ഷ നടക്കുന്ന യഹൂദരോട് വളരെ കഠിനമായ ഭാഷയിൽ സംസാരിക്കുന്ന ക്രിസ്തുവിനെ മർക്കോസിന്റെ 12-ാം അധ്യായത്തിലും മത്തായിയുടെ 23-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. സാപത്തില് വിശന്നപ്പോൾ കതിര് പറിച്ചു തന്ന ശിഷ്യന്മാരെ സംരക്ഷിച്ചുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഈശോയെ വചനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സംരക്ഷിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. അല്ലെങ്കിൽ മറിയം 300 ദനാറയുടെ സുഗന്ധം കർത്താവിന്റെ പാദങ്ങളിൽ ഒഴിക്കുമ്പോൾ ആ മറിയത്തെ കുറ്റപ്പെടുത്തിയ യൂദാസിന് മുമ്പിൽ അവിടെ സംരക്ഷിക്കുന്ന ഈശോയെ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൽ കാണാം. തുടർന്ന് നമ്മൾ അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളിലേക്ക് വരികയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശക്തനായ ഒരു അപ്പോളജിസ്റ്റ് ആയിരുന്നു. ഗ്രീക്കുകാരുമായിട്ട് അദ്ദേഹം അറിയോപ്പാഗസിൽ വെച്ച് നടത്തുന്ന അപ്പോളജറ്റിക് ആയിട്ടുള്ള ഒരു പ്രസംഗം നമുക്ക് അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായത്തിൽ കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഓരോ സാപത്തിലും കോറിന്തോസിലെ സഭയിൽ പോയി പൗലോസ് അവരുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാം.
ഓരോരുത്തരോടും നിങ്ങൾ മറുപടി പറയേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം എന്ന് കൊളോസ്സുകാരുടെ ലേഖനം 4-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ കാണാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നവരോടെല്ലാം മറുപടി നൽകാൻ എപ്പോഴും തയ്യാറായിരിക്കണമെന്ന് പത്രോസ് ഉദ്ദേശിക്കുന്നത് പത്രോസ് 1-ാം ലേഖനത്തിന്റെ 3-ന്റെ-15 നമുക്ക് കാണാം. തുടർന്ന് യൂദാസിന്റെ ലേഖനത്തില് 3-ഉം 4-ഉം വാക്യം വായിക്കുകയാണെങ്കിൽ വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിക്കപ്പെട്ടിരുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നിരിക്കുന്നു എന്ന് യൂദാസ് അപ്പസ്തോലന്മാരോട് പറയുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ അപ്പസ്തോല പിതാക്കന്മാരും ഇതേ പാത പിന്തുടരുന്നതാണ്. ഒരു ജന്മത്തിൽ നമുക്ക് ഇങ്ങോട്ട് കാണാവുന്നതാണ് ഈ വിഷയം. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഒരു ചോദ്യം കൂടി അച്ഛനോട് ചോദിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടത് തന്നെ, പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്, ക്രിസ്തുവാണ് സഭയുടെ ശിരസ്. മറ്റുള്ളവർ അവഹേളിച്ചാലും നിന്ദിച്ചാലും തകരുന്നതല്ല ക്രൈസ്തവ വിശ്വാസം. അവഹേളിക്കുന്നവർ അവഹേളിച്ചോട്ടെ, എന്തിനാണ് വെറുതെ പ്രതികരിച്ച് സമൂഹത്തിലെ മതസൗഹാർദ്ദം തകർക്കുന്നത് എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ കുറേ സിനിമകൾ അല്ലെങ്കിൽ മറ്റു ചില പരാമർശനങ്ങൾ, ചില ചിത്രങ്ങൾ ഒക്കെ ക്രൈസ്തവ വിശ്വാസത്തെ നിന്ദിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. അത് ആ രീതിയിൽ പൊക്കോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച് ചുമ്മാ മനുഷ്യർ തമ്മിൽ തല്ലിക്കേണ്ട ആവശ്യമുണ്ടോ, പ്രതികരിക്കാതിരുന്നാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ സമയത്തുമൊക്കെ അതിനെതിരെ സംസാരിക്കുകയും അതിനെതിരെ മുന്നോട്ടിറങ്ങുകയും ചെയ്തത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ആണ്. എന്താണ് ഈ കാര്യത്തിൽ അച്ഛന്റെ നിലപാട്? മതസൗഹാർദ്ദം തകരുമെന്നാണ് പലരുടെയും സംശയം. മതസൗഹാർദ്ദം എന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. മനുഷ്യ സൗഹാർദ്ദമല്ലേ ഉള്ളൂ വാസ്തവത്തിൽ. കാരണം വ്യത്യസ്ത മതങ്ങൾ നിലനിൽക്കുന്നത് തന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളതുകൊണ്ടാണ്. ദൈവത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും ജീവിതശൈലിയെക്കുറിച്ചും നന്മതിന്മകളെക്കുറിച്ചുമുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് വ്യത്യസ്ത മതങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദം എന്ന ഇല്ലാത്തൊരു തത്വത്തിനു വേണ്ടി തന്റെ സ്വന്തം മക്കളെയും അവരുടെ ഈ ലോക ജീവിതത്തെയും പരലോക ജീവിതത്തെയും ഒക്കെ അപകടത്തിലാക്കാൻ ഒരു പിതാവും സന്നദ്ധമാവുകയില്ല സാധാരണഗതിയിൽ. മനുഷ്യർ തമ്മിൽ പരസ്പര വിശ്വാസവും കരുതലും സ്നേഹവും ഉണ്ടെങ്കിൽ അതിന്റെ ഫലമായി മതസംഘങ്ങൾ സൗഹാർദ്ദപരമായിട്ട് നിലനിന്നുകൊള്ളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യ സൗഹാർദ്ദം തകരുകയും ഒരു കൂട്ടർ മറ്റുള്ളവരെ തകർക്കാൻ ബോധപൂർവം പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസ സംരക്ഷണത്തിനായി അപ്പോളജിസ്റ്റുകൾ രംഗപ്രവേശം ചെയ്തു തന്നെ. അപ്പോളജിസ്റ്റുകൾ വിശ്വാസത്യങ്ങളെ സംരക്ഷിക്കുന്നതേ ഉള്ളൂ വാസ്തവത്തിൽ. ഈ ഭൂമിയിലെ മനുഷ്യത്വപരമായ ജീവിതത്തിനും നിത്യരക്ഷയ്ക്കും എതിരായുള്ള പ്രവണതകൾക്കെതിരെയാണ് അപ്പോളജിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. പഴയ കാലത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, പിള്ളേരെപ്പെടുത്തുകാരം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്റെയൊക്കെ ഓർമ്മയില്. അപ്പൊ നമ്മൾ മക്കളോട് പറയും, കുഞ്ഞുമക്കളെ നിങ്ങൾ പരിചയമില്ലാത്തവരോട് സംസാരിക്കരുത്, അവരൊന്നും സാധനങ്ങളൊന്നും മേടിച്ച് കഴിക്കരുതെന്നൊക്കെ പറയാറുണ്ട്. എല്ലാവരും മനുഷ്യത്വത്തോടെ ജീവിക്കണമെന്നാണ് സത്യദൈവം ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതാണ് നിയമവും പ്രവാചകന്മാരും എന്നാണ് ഈശോ പഠിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 12-ൽ മനുഷ്യത്വത്തിനെതിരായ നീക്കങ്ങളെയാണ് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ എതിർക്കുന്നത്. ഗോത്ര സംസ്കാരവും മൃഗീയ ചിന്തയും പടരാതിരിക്കാൻ ആരെങ്കിലും പ്രിയത പടർത്തുന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റ് ചൂണ്ടിക്കാട്ടി അവരെ താത്വികമായി നേരിടുകയാണ് അപ്പോളജിസ്റ്റുകൾ ചെയ്യുന്നത്. ഓക്കെ അച്ഛാ, ഞാനിപ്പോ അച്ഛനൊരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു വൈദികൻ കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾക്ക് പൊതുവായിട്ടിരിക്കുന്ന കുറച്ച് പേരുകളുണ്ട്. ക്രിസംഗി, ക്രിസ്ത്യൻ തീവ്രവാദികൾ എന്നൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ അച്ഛനെയും ആ പേരിലൊക്കെ തന്നെ പല കമന്റുകളിലും ഒക്കെ ഇങ്ങനെ മുദ്ര കുത്തുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അത് വായിക്കുമ്പോഴൊക്കെ എന്താണ് അച്ഛനൊരു അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് അച്ഛന് തോന്നാറുള്ളത്? ഇതിനെക്കുറിച്ച് വളരെ രസകരമായ മറുപടികൾ എനിക്ക് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ 3 കാര്യം നമുക്കിവിടെ അനുസ്മരിക്കാം. ആരംഭത്തിൽ ക്രിസ്തു ശിഷ്യർ അറിയപ്പെട്ടിരുന്നത് സഹോദരർ, വിശുദ്ധർ, മാർഗത്തിൽ ചരിക്കുന്നവർ അല്ലെങ്കിൽ മാർഗവാസി എന്നൊക്കെയാണ്. യഹൂദര് ഈ ക്രിസ്തു ശിഷ്യരെ വിളിച്ചിരുന്നത് നസ്രായർ, അതായത് നസ്രാനായ യേശുവിന്റെ അനുഗാമി എന്നുള്ളത് നസ്രായർ എന്ന് നമ്മൾ നസ്രാണികൾ എന്ന് പറയും. ഇത് വളരെ അവഹേളനപരമായിട്ട് വിളിച്ചിരുന്നതാണ്. പിന്നീടാണത് മാന്യമായിട്ട് ഉള്ള ഒരു പേരായിട്ട് മാറുന്നത്. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യാനി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന അന്ത്യോക്യയിലാണ് നമുക്കറിയാം. അതും ഈ ജെറൂസലേമിൽ നിന്ന് ചിതറിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ പോയി പ്രസംഗിച്ചാണ് അന്ത്യോക്യയിൽ സഭയുണ്ടാകുന്നത്. ആ അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനി എന്ന് ക്രിസ്തു ശിഷ്യൻ വിളിക്കപ്പെടുന്നത്. ഇതവരെ കളിയാക്കി വിളിച്ചതാണ്. ക്രിസ്തു ശിഷ്യനാവുക എന്നതിന്റെ പേരിൽ പീഡ സഹിക്കാൻ കാരണമാകുന്നെങ്കിൽ അത് സന്തോഷിക്കുവിൻ എന്നാണ് പത്രോസ് തന്റെ 1-ാം ലേഖനം 4-ന്റെ-16 പറഞ്ഞത്. ഇത് പിന്നീട് അന്ത്യോക്യയിലെ മെത്രാനായിരുന്ന യൗദിയൂസും പിന്നീട് തുടർന്ന് വന്ന ഇഗ്നേഷ്യസും, യൗദിയൂസ് 1-ാമത്തെ മെത്രാനാണ്, ഇഗ്നേഷ്യസ് പിന്നെ വന്ന മെത്രാനാണ്. ഇവരത് പേരായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. അത് പിന്നെ വലിയ പേരായിട്ട് മാറിയതാണ്. ഇതൊക്കെ നമ്മുടെ പേര് മാത്രമല്ല, ഹിന്ദുക്കളുടെയോ മുഹമ്മദീയരുടെയോ ഒക്കെ പേരെടുത്താലും ഇങ്ങനെ ഒരു ഒറിജിനൽ എല്ലാത്തിനും ഉണ്ട്. ഒരു പേര്
അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം നല്ലതോ ചീത്തയോ ആകുന്നത് നിശ്ചയിക്കേണ്ടത് കാലമാണ്. നന്മ ചെയ്തിട്ട് ലഭിക്കുന്ന പേരുകൾ അവഹേളനപരമാണെങ്കിൽ ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്നത് എത്രയോ സന്തോഷകരമാണ് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ അച്ഛാ, ഒരു കാര്യം കൂടി അച്ഛനെ പേഴ്സണലായിട്ട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതായത് നമുക്കറിയാം ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് ഒത്തിരി പേരൊന്നും കടന്നു വന്നിട്ടില്ല. പ്രത്യേകിച്ച് പുരോഹിതരുടെ ഇതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അച്ഛനെ പോലെ തന്നെ വളരെ വിരളമായ കുറച്ച് പേര് മാത്രമാണ് ഈ ഒരു മേഖലയിലേക്ക് അജപാലനത്തോടൊപ്പം തന്നെ ഈ ഒരു മേഖലയും കൂടി കൈകാര്യം ചെയ്തു വരുന്നത്. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ, അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് ഒരു ആഗ്രഹം തോന്നിയത് അല്ലെങ്കിൽ പ്രചോദനം തോന്നിയത്? അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെ കടന്നു വരേണ്ട ഒരു ആവശ്യകതയെ പറ്റി അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ മേഖലയിൽ കടന്നു വരാണ്ട് 3 കാരണങ്ങളാണ് എന്നെ പ്രചോദിപ്പിക്കുന്നത്. ഒന്ന്, പല വിശ്വാസികൾക്കും വിശ്വാസത്തിനെ കുറിച്ച് ബോധ്യമില്ല, ചഞ്ചലചിത്രമാണ്, കേട്ടാൽ അറിയത്തില്ല, കാരണം അവർക്ക് കാര്യമായിട്ട് വലിയ ബോധ്യങ്ങളില്ല. രണ്ടാമത്തെ കാര്യം, വിശ്വാസ പ്രമാണവും ദൈവിക സത്യങ്ങളും വളരെ പരിഹാസ്യമായിട്ടുള്ള വിധത്തിൽ മീഡിയയിലൂടെയും എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലൂടെയും തീവ്രവാദികളുടെ പ്രബോധനങ്ങളിലൂടെയും നാമമാത്ര ക്രിസ്ത്യാനികളുടെ പ്രബോധനങ്ങളിലൂടെയും നിരീശ്വരവാദികളുടെ പരസ്യമായ പ്രബോധനങ്ങളിലൂടെയും ചോദ്യപ്പെടുന്നു. ഇത് പരസ്യമായിട്ടൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന രക്ഷയുടെ സത്യങ്ങൾ പരസ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നു. അപ്പോ ഇതിന്റെ ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം ഇതാണ്. മൂന്നാമത്തെ കാര്യം, ഇതിലൂടെ ക്രിസ്തു വിശ്വാസം മാത്രമല്ല, സമൂഹ ജീവിതവും ജനാധിപത്യവും സാവധാനം ഓരോ ദിവസം കഴിയുന്തോറും തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ മേഖലയിലേക്ക് അവരുടെ പ്രാധാന്യം ഞാനത് മനസ്സിലാക്കുന്നത്. ഒരു ജനാധിപത്യ നാട്ടിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ പറയേണ്ടത് പറയാതെ സത്യം കുഴിച്ചു മൂടുന്നത് തനിക്ക് ലഭിച്ച താലന്ത് കുഴിച്ചു മൂടിയവന്റെ പ്രവൃത്തിയാണ് എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇന്ന് ക്രിസ്തുവും സുവിശേഷങ്ങളും ക്രിസ്തു ശിഷ്യ നുണപ്രചാരണത്തിലൂടെ അവഹേളിക്കപ്പെടുന്നു. സിനിമകളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ, പ്രിന്റിംഗ് മീഡിയയിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. ഇവിടെ ഒരു ഭാഗത്ത് വിശ്വാസം വളർത്തേണ്ടതുണ്ട് നമ്മള്, മറുഭാഗത്ത് താത്വിക വ്യാഖ്യാനം വിശദീകരണമൊക്കെ അതിന് നൽകേണ്ടതാണ്. മറുഭാഗത്ത് നുണപ്രചാരണങ്ങളിലൂടെ സത്യത്തെ അപകടപ്പെടുത്താൻ വരുന്നവരുടെ പൊള്ളത്തരങ്ങൾ യുക്തിസഹമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചു കാണിക്കേണ്ടതുണ്ട്, വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. 2-ാം നൂറ്റാണ്ടിൽ ഇത് തന്നെയാണ് പിതാക്കന്മാർ അപ്പോളജിസ്റ്റുകൾ ചെയ്തത്. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും കത്തോലിക്ക സഭ അല്ലെങ്കിൽ സഭ കുറച്ചും കൂടി അപ്പോളജിസ്റ്റ് മേഖലയിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായം അച്ഛനുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഇന്നത്തെ അജപാലനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം അത് ഷെക്കിന ചാനലിൽ തന്നെ വന്നിരുന്നു, നമ്മുടെ സിനിമകളിലൂടെ എന്തുമാത്രം വളരെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അധിക്ഷേപിക്കപ്പെടുന്നു. ഇങ്ങനെ ഒത്തിരി മേഖലകൾ ഇത് ചെയ്യപ്പെടുമ്പോൾ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, നമുക്കിന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉള്ള സമയത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നാണ് ചെയ്യുക? ഉത്തരവാദിത്വം നിർവഹിക്കാതെ നമ്മൾ കരയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ സഭയിൽ തന്നെ 2 പക്ഷക്കാരുണ്ടാവുമായിരിക്കുമല്ലോ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് മൗനം പാലിച്ചാൽ മതി, ഇത്തരത്തിൽ സംസാരിക്കുന്നവര് അത് ഒരു അധ്യപ്രസംഗമാണെന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ അത്തരക്കാരുടെ ചിന്താഗതിയോടുള്ള അച്ഛന്റെ നോട്ടം അല്ലെങ്കിൽ അച്ഛന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓരോ മേഖലയിലേക്ക് കടന്നു വരുമ്പോഴാണല്ലോ അതിനെക്കുറിച്ച് അറിവ് കിട്ടുന്നത്. അതിനുള്ള അറിവ് കുറവാണ് അങ്ങനെ വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അറിഞ്ഞു വരും തോറും ഇപ്പോ നമ്മള് തുടർച്ചയായിട്ട് ആളുകള് ഈ വിഷയത്തെ കുറിച്ച് ബോധ്യമുള്ളവരായിട്ട് കടന്നു വരുന്നതായിട്ടാണ് എൻ്റെ ഒരു അനുഭവം. കാരണം ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ കടന്നു വരുന്നത്. ഇപ്പോ നിരന്തരമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാകുമ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഇടവരുന്നത്. അതങ്ങനെ ഒരു വളർച്ചയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതിനെ കുറിച്ച്. ഓക്കെ അച്ഛാ, ഞാൻ ഒരു അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാനായിട്ട് ആഗ്രഹിക്കണം. അതായത് ഇപ്പോൾ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര വലിയൊരു സ്ഥാനമാനങ്ങൾ പോലെ അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു പേര് വെച്ച് ചേർക്കുമ്പോൾ തന്നെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊരു അതികഠിന ധൈര്യമുള്ളവർ അല്ലെങ്കിൽ ഒത്തിരിയേറെ അറിവുള്ളവർ, പണ്ഡിതർ, അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു മിനിസ്ട്രി അല്ലെങ്കിൽ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ആയിട്ട് ശുശ്രൂഷ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി അതിൻ്റെ ആ ഒരു മേഖലയിലൂടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിത്രമുണ്ട്. സാധാരണക്കാർക്ക് ആർക്കും ഈ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് ചാൻസ് ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് എന്ന് പറയുന്നവരുടെ അതിരുകൾ എവിടെയാണ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? ഇത് ഒരു അല്പം ജോലിയൊക്കെ ആവശ്യമുണ്ട്. 3 കാര്യങ്ങൾ അറിയണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനൊരു പൂർണ്ണമായിട്ട് ഒത്തിരി ദീർഘകാലം ഈ മേഖലയിൽ ആയിട്ടില്ല വന്നിട്ട്, എനിക്ക് മുമ്പ് വന്നിട്ട് ആളുകളുണ്ട്. മതങ്ങളെ കുറിച്ച്, നിലവിലുള്ള വിശ്വാസ തത്വചിന്തകളെ കുറിച്ചും അതുപോലെ നമുക്ക് പ്രതിബന്ധപ്പെടുത്തുന്ന ചിന്തകളെ കുറിച്ചും പൊതുവായിട്ടുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പിന്നെ ഏത് വിഭാഗമാണോ
നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അതായത് വിശ്വാസ സംരക്ഷണം എവിടുന്നാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്, അവരെ കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒരുപക്ഷെ നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് പൊതുവെ അറിയാവുന്നതാണ്, നമുക്ക് റിവൈസ് ചെയ്യാതെ ആളുകൾക്ക്. പക്ഷേ ഏറ്റവും നല്ല മാതൃകയായിട്ട് കാണേണ്ടത് വാസ്തവത്തിൽ അപ്പസ്തോലന്മാരെയാണ്. അതിനു മുമ്പ് മുക്കുവന്മാരായിരുന്ന എന്ന് പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്ന ആളുകളാണ് പലരും. അവര് പരിശുദ്ധാത്മാവിന്റെ വരവോടുകൂടി വലിയ പ്രേക്ഷിതരായിട്ടങ്ങ് മാറുകയാണ്, എല്ലാ മേഖലയും കൈവയ്ക്കുന്ന ആളുകളായിട്ട് മാറുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനോട് കൂടി അധ്വാനിച്ചാൽ ആർക്കും സാധ്യമാകുന്ന ഒരു ജോലിയായിട്ടേ ഞാനിത് കാണുന്നുള്ളൂ. അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുമുണ്ട്. ഒരാള് തന്നെ കൊല്ലാനായിട്ട് വരുന്ന ഹെറോദോസിന് മുമ്പിൽ അല്ലെങ്കിൽ യഹൂദരുടെ മുമ്പിൽ സ്വന്തം മരണത്തിന് മുമ്പിൽ ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ധൈര്യവും മനോഭാവവുമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പിതാവുമായിട്ട് പൂർണ്ണമായിട്ട് ബന്ധത്തിലായിരുന്ന കർത്താവ് തിന്മയുടെ മുമ്പിൽ പ്രതികരിച്ചു. പിതാവുമായിട്ട് ബന്ധത്തിലായിരിക്കുന്ന എല്ലാവരും പ്രതികരിക്കേണ്ടി വരും. കാരണം അവരെ പരിശുദ്ധാത്മാവ് നയിക്കും. ബന്ധമില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ടി വരില്ല. ഓരോ ഇടയനും ജനത്തിന്റെ കാവൽക്കാരനാണ്. അപകടങ്ങളെ കുറിച്ച് അറിവ് നൽകുന്നവനും ജനത്തെ സംരക്ഷിക്കുന്നവനും. നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി സ്വയം അർപ്പിക്കണം. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കുരിശിനെ അനുഗമിക്കുന്നയാളാണ്. കുരിശ് മരണത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്, നമുക്കറിയാമല്ലോ. ദൈവഹിതമനുസരിച്ചുള്ള ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടുള്ള മരണം ക്രിസ്ത്യാനിക്ക് എപ്പോഴും ഭൂഷണമാണെന്നേ പറയാൻ കഴിയും. ഓക്കെ സാർ, തീർച്ചയായിട്ടും. അതായത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ കാലഘട്ടത്തിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈവൻ അച്ഛൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ നടത്തി കഴിയുമ്പോൾ സഭയ്ക്കുള്ളിൽ നിന്ന് കുറേയേറെ ഉണ്ടാകും. അതിൽ കൂടുതൽ പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലുമൊക്കെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സമയങ്ങളിൽ അച്ഛൻ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കടന്നു പോകുമ്പോഴത്തേക്കും ഈ അപ്പോളജിസ്റ്റ് മേഖലയിൽ നിന്ന് ധാരാളം പേര് വിട്ടുപോകാനായിട്ടുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടാവുന്നില്ലേ? എനിക്ക് അടിസ്ഥാനപരമായിട്ട് ഇത് എൻ്റെ ഒരു ദൗത്യമാണെന്നൊരു ചിന്ത ഉള്ള ആളാണ് ഞാന്. ആ ദൗത്യമായതുകൊണ്ട് തന്നെ അതിലൊരാള് മോശമായിട്ട് സംസാരിക്കുകയോ കമന്റ് എഴുതുകയോ ഞാൻ അതിനെ കുറിച്ച് വലിയ ബോധേഡാകാറില്ല. രണ്ടാമത്തത്, ഇങ്ങനെ എതിരിട്ട് സംസാരിക്കുന്ന ആളുകൾ സഭയിലും പുറത്തും ഒക്കെ ഉണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിലുള്ള അപ്പോളജിസ്റ്റ് തമ്മിൽ വളരെ മാന്യമായ വളരെ നല്ല ഒരു ഐക്യം ഉള്ളതായിട്ടും അവര് പരസ്പരം സപ്പോർട്ട് വളരെ സുവിശേഷപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിലൊരു നെഗറ്റീവ് അനുഭവം എന്നതിനേക്കാൾ പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളാണ് വാസ്തവത്തിലുള്ളത്. ഓക്കെ, അച്ഛൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ധാരാളം പേര് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ. അപ്പോൾ അത്തരത്തിൽ യുവജനങ്ങളെയൊക്കെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് എവിടുന്ന് അതിനുള്ള ഒരു നടപടികൾ അല്ലെങ്കിൽ എവിടുന്ന് അതിനുള്ള ഒരു സ്റ്റാർട്ടിങ് തുടങ്ങണമെന്നാണ് അച്ഛൻ പറയുന്നത്? ഞാൻ പൊതുവെ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഒരു വലിയ സിസ്റ്റം വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സമയമെടുക്കും. പക്ഷെ നമുക്ക് നമ്മുടെ നിലവിലുള്ള സംവിധാനത്തിൽ അത്രയും സമയം നമുക്കില്ല. അതുകൊണ്ട് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് താല്പര്യം എടുത്ത് ഇറങ്ങണം. ബൈബിള് വായിക്കണം, മറ്റുള്ള കാര്യങ്ങൾ വായിക്കണം, പഠിക്കണം, അവസരങ്ങൾ സംസാരിക്കണം. അത് ഓരോരുത്തരും എടുക്കണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. സംവിധാനങ്ങൾ മൊത്തം കൊണ്ടുവരാനായിട്ട് എപ്പോഴും സമയമെടുക്കും. അതൊരു ജനാധിപത്യ സംവിധാനമാണ്, അത് ഒത്തിരി സമയമെടുക്കും. നേരെ മറിച്ച് ഓരോരുത്തരും ഇറങ്ങുമ്പോൾ അത് ദൈവം അതിന്റെ കൂടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് എൻ്റെ അനുഭവം എനിക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഞാനത് ചോദിക്കാൻ കാരണം നമ്മുടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ തന്നെ പലവരും, അതായത് പിന്നെ സഭയോട് ഇഷ്ടമുള്ളവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാറ്റഗിസത്തിന്റെ കാര്യങ്ങളൊക്കെ. കാരണം ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഇപ്പൊ നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെ കുറച്ച് അഴിച്ചുപണികൾ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ടീമാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം ഞായറാഴ്ച ദിവസങ്ങളിൽ മറ്റു പലതിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കാറ്റഗിസത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ മുന്നിട്ട് വരുമ്പോൾ ഈ അപ്പോളജിസ്റ്റ് മേഖലയിൽ നിന്ന് മാത്രമല്ല നല്ലൊരു ക്രൈസ്തവ തലമുറ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ സമൂഹം വളർന്നു വരുന്നതിനൊക്കെ ഇതൊക്കെ ഒരു വിലങ്ങുതടിയല്ലേ? അപ്പൊ നമ്മുടെ അത്തരത്തിലുള്ള സിസ്റ്റങ്ങളിലൊക്കെ അല്പമെങ്കിലൊക്കെ മാറ്റം വരുത്തേണ്ടത് ഇന്നത്തെ കാലത്തിൽ ആവശ്യമല്ലേ? സിസ്റ്റത്തിന് മാറ്റം വരുത്തേണ്ട എന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. സിസ്റ്റത്തിന് മാറ്റം ഉണ്ടായേ പറ്റൂ. പക്ഷേ നമ്മുടെ ടൈം വളരെ പരിമിതമായതുകൊണ്ട് സിസ്റ്റം മാറി വരുന്നത് ഒരു സമയപരിധിയിലേ നടക്കുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട്. നേരെ മറിച്ച് ഓരോരുത്തരും പരിശുദ്ധാത്മ പ്രചോദിതരായിട്ട് നമ്മുടെ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഇപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ. ചെയ്താല് നമുക്ക് കൂടുതൽ വിജയം കൈവരിക്കാൻ കഴിയും, ദൈവത്തോട് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മളിപ്പോ ഒരു സമൂഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ട് ഭയങ്കര മതസൗഹാർദ്ദത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ഇത്തരത്തിൽ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ വന്നപ്പോൾ
ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ചില മതങ്ങളോട് പ്രത്യേക അകൽച്ചകൾ അല്ലെങ്കിൽ ആ മനുഷ്യരോട് പ്രത്യേക അകൽച്ചകളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചരണം നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അച്ഛനും പല രീതിയിൽ പല പരാമർശങ്ങൾ അല്ലെങ്കിൽ പല മതങ്ങളെയും അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ കൃത്യതയോടും വ്യക്തതയോടും കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവജനത്തോട് പറയുന്നത് ആ വ്യക്തികളുമായി അകലമിടണമെന്നാണോ, അതല്ലെങ്കിൽ അവരുടെ ആശയങ്ങളുമായി അകലമിടണം എന്നാണോ പറയുന്നത്? ഇതിനകത്ത് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഈ അടുത്ത കാലം വരെ എല്ലാ സ്കൂളും ഒന്നിച്ച് നമ്മൾ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോ എല്ലാവരും തുല്യരായിരുന്നു. അല്ലെങ്കിൽ എന്റെ ചെറുപ്പത്തിൽ ഞാൻ വ്യത്യസ്തമായ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും തുല്യരായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ വിഭജനം കൊണ്ടുവന്നത് നമ്മളല്ല. അത് വിഭജനം കൊണ്ടുവന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനമല്ല, അത് ചില ഗ്രന്ഥങ്ങളുടെയും ചില പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അത് നീങ്ങുന്നത് ഒരു ജനാധിപത്യത്തിന് അപ്പുറത്തേക്കുള്ള ഒരു സംവിധാനത്തിലേക്കാണ്. ആ നീങ്ങുന്നതിന് നമുക്ക് പഴയതുപോലെ ശാന്തമായി ജീവിച്ചു പോകാം എന്നുള്ള ഒരു ചിന്ത മൗഢ്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളൊരു വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ പരമാവധി എങ്ങനെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കരകയറാം എന്നുള്ളതായിരിക്കണം ചിന്തയെന്നാണ് എൻ്റെ ഒരു ചിന്ത. അച്ഛനോട് അവസാനമായിട്ട്, നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം യുവജനങ്ങളുണ്ട്. അപ്പോൾ അച്ഛൻ എന്താണ് ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു വൈദികൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് എന്ന നിലയിൽ, സമൂഹത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലയിൽ യുവജനങ്ങളോട് പറയാനായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഉപദേശം എന്താണ്? എനിക്ക് യുവജനങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഈ അപ്പോളജറ്റിക് മിനിസ്ട്രി എന്ന് പറയുന്ന ഇന്നത് നമ്മുടെ സഭാ ശുശ്രൂഷ മാത്രമല്ല, ഇതൊരു രാജ്യസേവനം കൂടിയാണ്. നമുക്ക് ദൈവം ദാനമായി ജനാധിപത്യപരമായ സ്വതന്ത്രമായ ഒരു ജീവൻ നൽകിയിട്ടുണ്ട്. ഇത് അസ്തമിച്ചു പോകും എന്നാണ് ഇപ്പൊ ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, എന്നിട്ട് ഈ ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി, ഈ നന്മയ്ക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊള്ളാനും സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു ധൈര്യത്തിലേക്ക്, പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ഒരു ധൈര്യത്തിലേക്ക്, സഭയോട് ചേർന്നുള്ള ഒരു ധൈര്യത്തിലേക്ക് വരണം എന്നാണ് എല്ലാ യുവജനങ്ങളെ സുഹൃത്തുക്കളോടും എനിക്ക് വളരെ സ്നേഹത്തോടുകൂടി പറയാനായിട്ടുള്ളത്. ഓക്കെ, തീർച്ചയായും അച്ഛാ, നമ്മൾ വളരെ കുറച്ച് സമയമായിരുന്നെങ്കിലും ഒത്തിരിയേറെ കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഏറെ പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. ഈ മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് എനിക്ക് തോന്നുന്നു ധാരാളം പേര്, ഞങ്ങളെപ്പോലുള്ള ധാരാളം ചെറുപ്പക്കാരുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നൊക്കെ ഉള്ളതിൻ്റെ ഭയങ്കര ഒരു കൺഫ്യൂഷനിലുള്ള ധാരാളം യുവജനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇറങ്ങിക്കഴിയുമ്പോൾ അച്ഛനിലേക്ക് ധാരാളം യുവജനങ്ങൾ തന്നെ എത്തും. അപ്പോൾ അവർക്ക് കൃത്യമായ മാർഗദർശനം നൽകിക്കൊണ്ട് അച്ഛൻ മുന്നേ ഉണ്ടാകും തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ വിലപ്പെട്ട സമയം നൈസ് ടെംപ്ലറിലൂടെ നമ്മുടെ വിശ്വാസ സമൂഹത്തിനായിട്ട് അച്ഛൻ ചെലവഴിച്ചു. അച്ഛൻ്റെ ധീരോജ്വലമായ പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തിക്കൊണ്ടു പോകുക. അജപാലനത്തോടൊപ്പം തന്നെ അച്ഛൻ ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷ ഒത്തിരിയേറെ യുവജനങ്ങൾക്ക് മാർഗദർശനം തന്നെയാണ്. അപ്പോൾ തുടർന്നും അങ്ങയുടെ സാന്നിധ്യവും അതേപോലെ തന്നെ ഞങ്ങളോടുള്ള സഹകരണവും പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ പങ്കെടുത്ത് ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി സിറാജ്, എല്ലാവർക്കും നന്ദി. നമ്മുടെ ചോദ്യോത്തരങ്ങൾ ഇവിടെ നിന്നും കൊണ്ട് അവസാനിക്കുന്നില്ല. ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ഇത് എവിടെ നിന്ന് തുടങ്ങണം, ഇത് ആരാണ് എന്നുള്ളതിനൊക്കെ ഉത്തരം നമുക്കിന്ന് കിട്ടിക്കഴിഞ്ഞു. മാമുദിസ സ്വീകരിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഈ ഒരു ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഈ ഒരു മിനിസ്ട്രിയിൽ മെമ്പർഷിപ്പ് ഉള്ളവരാണ്. അത് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കൃത്യതയോടും വ്യക്തതയോടും കൂടി ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. നമ്മുടെ ചോദ്യോത്തരങ്ങൾ ഇവിടെ നിന്നും കൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിശ്വാസപരമായ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കഴിയും വേഗം അത് പരിഹരിക്കാൻ പറ്റിയ നല്ല വ്യക്തിത്വങ്ങളുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.